സർക്കിട്ട് എന്ന ചിത്രത്തിന് ശേഷം ആസിഫലി നായികിനെ തിയേറ്ററിലേക്ക് റിലീസ് ചെയ്തിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ആഭ്യന്തര കുറ്റവാളി എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിന്റെ റിലീസ് നേരത്തെ കൺഫേം ആക്കിയിട്ട് പിന്നെ റിലീസ് ഡേറ്റ് ഒക്കെ മാറ്റിണ്ടായിരുന്നു. ഈ ഒരു ചിത്രത്തിനെതിരെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ട് ഇപ്പോൾ ആ ഇഷ്യൂസ് ഒക്കെ സോൾവ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ചിത്രത്തിന്റെ റിലീസ് ഈ വരുന്ന ജൂൺ 6 ഉണ്ടായിരിക്കുമെന്ന് ഒഫീഷ്യലി തന്നെ ചിത്രത്തിന്റെ ടീം കൺഫേം ആക്കിയിരിക്കുകയാണ്. ദിലീപേട്ടൻ നായികിനെ ഇനി പുറത്തിറങ്ങാനിരിക്കുന്ന സിനിമകളിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന ചിത്രം തന്നെയാണ് ഫാഫ എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിൽ ലാലേട്ടൻ്റെ ഒരു ക്യാമിയ റോൾ ഉണ്ടായിരിക്കുമെന്നൊക്കെ നേരത്തെ തന്നെ കൺഫേം ആക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചിത്രത്തിൽ ആ ഒരു ക്യാമിയ റോൾ ചെയ്യാൻ ലാലേട്ടന് പ്രതിഫലം വാങ്ങുന്നില്ല എന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത്. ഏകദേശം 2 വീക്കോളം വരുന്ന ലാലേട്ടന്റെ ഈ ഒരു ചിത്രത്തിലെ ഷൂട്ടിംഗ് ആണ് ഇപ്പോൾ ചിത്രത്തിന്റെ ടീമായാലും ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. ഇവന്ന് ജൂൺ മാസമാണ് ലാലേട്ടന്റെ പോർഷൻസ് ഒക്കെ ഈ ഒരു ചിത്രത്തിലായാലും ഷൂട്ട് ചെയ്യാനിരിക്കുന്നത്. ചിത്രം വരുന്ന ഓണം റിലീസായി തിയേറ്ററിലേക്ക് റിലീസ് നടത്താനാണ് ചിത്രത്തിന്റെ ടീമായാലും പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മഹേഷ് നാരായണ സംവിധാനത്തിൽ ലാലേട്ടനും മമ്മൂക്കയൊക്കെ പ്രധാന വേഷത്തിലെത്താനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രത്തിന്റെ അപ്ഡേറ്റുകൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഈ ഒരു ചിത്രത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളാണ് ഇപ്പോൾ നടന്നു പോകുന്നത്. കൂടാതെ ഈ ഒരു ചിത്രത്തിന്റെ ഫുൾ ഫ്ലെഡ്ജിലുള്ള ഷൂട്ടിംഗ് ഇനിയും പുനരാരംഭിക്കാൻ പോകുന്നത് ഈ വരുന്ന ജൂൺ മാസം മുതലായിരിക്കുമെന്ന് ഏകദേശം കൺഫേം ആക്കിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങി മൊത്തത്തോടെ കംപ്ലീറ്റ് ചെയ്യാനാണ് ചിത്രത്തിന്റെ ടീം ഇപ്പോൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഷറഫുദ്ദീനും സുരാജേട്ടനും ഒക്കെ പ്രധാന വേഷത്തിൽ തിയേറ്ററിലേക്ക് റിലീസ് എത്തി സർപ്രൈസ് ഹിറ്റ് അടിച്ചിട്ടുള്ള ഒരു ചിത്രമായിരുന്നു പടക്കളം എന്ന ചിത്രം. ഈ ഒരു ചിത്രം ഇപ്പോൾ ഏകദേശം 23 ദിവസം തിയേറ്ററിൽ പിന്നിടുമ്പോൾ 11 കോടി രൂപയ്ക്കുള്ള ഗ്രോസ് കളക്ഷൻ നേടി സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. ഇപ്പോഴും ഡീസന്റ് സ്ക്രീനിലേക്കാണ് ചിത്രം തിയേറ്ററിൽ പിന്നിടുന്നത്. പലവരും തന്നെ ഈ ഒരു ചിത്രം തിയേറ്ററിലേക്ക് റിലീസിന് എത്തുന്നതിന് മുമ്പേ തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ചിത്രം തിയേറ്ററിൽ പരാജയപ്പെടുമായിരിക്കും. കാരണം പരാജയപ്പെടാനുള്ള വലിയൊരു ചാൻസ് ഒക്കെ ഉണ്ട്. കാരണം വലിയ രീതിയിലുള്ള പ്രൊമോഷണൽ ഹൈപ്പോ കൂടാതൊന്നുമായിരുന്നു ഈ ഒരു ചിത്രം തിയേറ്ററിലേക്ക് റിലീസിന് എത്തിയിട്ടുള്ളത്. പക്ഷേ ഫസ്റ്റ് ഡേ മുതലേ നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ള റെസ്പോൺസ് കൊണ്ടൊക്കെ തന്നെ ചിത്രം തിയേറ്ററിൽ സൂപ്പർ ഹിറ്റ് വിജയമൊക്കെ സ്വന്തമാക്കിയിരിക്കുകയാണ്. തമിഴിൽ നിന്ന് തിയേറ്ററിലേക്ക് റിലീസിനെത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയിട്ടുള്ള ഒരു ചിത്രമായിരുന്നു 96 എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിന്റെ സംവിധാനമായിട്ടുള്ള പ്രേംകുമാർ ഏറ്റവും പുതിയ സംവിധാനം ചെയ്ത് ഒരുക്കാൻ പോകുന്നത് ചിയാൻ വിക്രമിന് വേണ്ടി ഒരു പ്രോജക്റ്റ് ആയിരിക്കുമെന്ന് നേരത്തെ തന്നെ അപ്ഡേറ്റുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകൾ പ്രകാരം ഇത് ചിയാൻ വിക്രമിന്റെ 64ാമത്തെയോ അല്ലെങ്കിൽ 65ാമത്തെയോ ചിത്രമായിരിക്കുമെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത്. ഈ ഒരു പ്രൊജക്ട് ഇതുവരെയായിട്ട് ഒഫീഷ്യലി ഓൺ ആയിട്ടില്ല. ഇനിയും വരുന്ന ദിവസങ്ങളിലും ചിത്രത്തിന്റെ ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ അപ്ഡേറ്റ് പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തുപ്പാക്കി സർദാർ കത്തി പോലുള്ള സിനിമകളിലൊക്കെ സംവിധാനമായിട്ടുള്ള AR മുരുകദോസ് ഏറ്റവും പുതിയ സംവിധാനം ചെയ്തൊരുക്കാൻ പോകുന്നത് ശിവകാർത്തികേയന്റെ ഒരു ചിത്രമാണ്. ചിത്രത്തിന്റെ പേര് വരുന്നത് മദ്രാസി എന്നാണ്. ഈ ഒരു ചിത്രത്തിന്റെ ശ്രീലങ്കയിലുള്ള ഷൂട്ടിംഗ് ഒക്കെ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. ശ്രീലങ്കയിൽ വെച്ച് ചിത്രത്തിന്റെ ഷൂട്ട് ചെയ്തിട്ടുള്ള ക്ലൈമാക്സ് സീക്വൻസ് ഒക്കെയാണ്. രജനീകാന്തും വിഷ്ണു വിശാലും ഒക്കെ പ്രധാന വേഷത്തിലുള്ള ഏറ്റവും പുതിയ ചിത്രമായിരുന്നു ലാൽ സലാം എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസ് ഈ വരുന്ന ബക്രീദ് പ്രമാണിച്ച് സൺനെക്സ് വഴി ഉണ്ടായിരിക്കുമെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. ഈ വരുന്ന ജൂൺ 6 ചിത്രം സൺനെക്സ് വഴി OTT റിലീസിന് എത്തിക്കുക എന്നും ചിത്രത്തിന്റെ ടീം ആയാലും കൺഫേം ആക്കിയിരിക്കുകയാണ്. കമലഹാസൻ നായകനെ തിയേറ്ററിലേക്ക് റിലീസ് നടത്താനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് തഗ് ലൈഫ് എന്ന ചിത്രം. ചിത്രം വരുന്നത് ജൂൺ 5 വേൾഡ് വൈഡ് ആയിട്ട് തിയേറ്ററിലേക്ക് റിലീസ് നടത്താനിരിക്കുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ആയിട്ടുള്ള ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ നടക്കാൻ പോകുന്നത് വെളുപ്പിന് 4 മണിക്കാണ്. നമ്മുടെ കേരളത്തിലുള്ള ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ നടക്കാൻ പോകുന്നത് രാവിലെ 9 മണിക്കായിരിക്കുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. കൂടാതെ തന്നെ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ലിറിക്കൽ വീഡിയോ നാളെ വൈകുന്നേരം 5 മണിയോടെ പുറത്തിറക്കുമെന്നും ചിത്രത്തിന്റെ ടീം ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. ചിത്രത്തിന് വേണ്ടി ഗാനങ്ങൾ തയ്യാറാക്കുന്നത് AR റഹ്മാനാണ്. ദുൽഖറും ഉണ്ണിമുദ്ദനും പ്രധാന വേഷത്തിലെത്തി തിയേറ്ററാകെ ബ്ലോക്ക് ബസ്റ്റർ വെച്ച് ചിത്രമായിരുന്നു വിക്രമാദിത്യൻ എന്ന ചിത്രം. പിന്നെ കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിന്റെ 2ാം ഭാഗം ഉണ്ടായിരിക്കുമെന്നൊക്കെ കൺഫേം ആക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു ചിത്രത്തിന്റെ ഭാഗത്തു നിന്ന് വരുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ പ്രകാരം ഈ ഒരു ചിത്രത്തിന്റെ 2ാം ഭാഗത്തിൽ ഫഹദ് ഒരു പ്രധാന വേഷത്തിലേക്ക് എത്തുമെന്നാണ് ചിത്രത്തിന്റെ ടീമിന്റെ ഭാഗത്തു നിന്ന് ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത്. ഈ ഒരു അപ്ഡേറ്റ് ഇതുവരെയായിട്ട് ഒഫീഷ്യലി കൺഫേം ആക്കിയിട്ടില്ല. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഒരു അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഈ ഒരു അപ്ഡേറ്റ് ഒഫീഷ്യലി കൺഫേം ആക്കുകയാണെങ്കിൽ അടുത്തൊരു ഹൈപ്പും ഈ ഒരു ചിത്രത്തിന് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നൊക്കെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു വിക്രമാദിത്യന്റെ 2ാം ഭാഗം അത്യാവശ്യം നല്ലൊരു ബഡ്ജറ്റിലാണ് ഒരുങ്ങുന്നതെന്ന് തന്നെ നേരത്തെ തന്നെ ചിത്രത്തിന്റെ ടീം ആയാലും കൺഫേം ആക്കിയിട്ടുണ്ടായിരുന്നു. കൂടാതെ ഈ ഒരു അപ്ഡേറ്റും കൂടെ അതിനൊപ്പം കൺഫേം ആക്കുകയാണെങ്കിൽ ഒഫീഷ്യലി കൺഫേം ആക്കി ഈ ഒരു ചിത്രം ഓൺ ആക്കുകയാണെങ്കിൽ അടുത്തൊരു ഹൈപ്പ് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന ചിത്രത്തിന് ശേഷം ചിത്രത്തിന്റെ സംവിധാനമായിട്ടുള്ള ശശി കബീർ ഏറ്റവും പുതിയ സംവിധാനം ചെയ്ത് ഒരുക്കാൻ പോകുന്നത് ദിലീപേട്ടന് വേണ്ടി ഒരു ചിത്രമായിരിക്കുന്നതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത്. ശശി കബീർ ഏറ്റവും പുതിയതായി ദിലീപേട്ടനുമായിട്ട് ഒരു സ്ക്രിപ്റ്റ് ഡിസ്കസ് ചെയ്തെന്നും അത് ദിലീപേട്ടന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്നും അതൊരു പോലീസ് ക്യാരക്ടറുള്ള വേഷമാണ് ആ ഒരു ചിത്രത്തിലുള്ളതെന്നൊക്കെയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത്. ഈ ഒരു പ്രൊജക്ട് ഒഫീഷ്യലി കൺഫേം ആക്കുകയാണെങ്കിൽ അടുത്ത വലിയൊരു ഹൈപ്പ് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. കാരണം പുള്ളിയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി കൂടാതെ തന്നെ ഇല്ലവീട പൂഞ്ചിറ സിനിമ സംവിധാനം ചെയ്ത് ഒരുക്കിയിട്ടുള്ളത്. കൂടാതെ തന്നെ നായാട്ടും ജോസഫും ഒക്കെ പുള്ളിയുടെ തിരക്കഥ ഒരുങ്ങിയതാണ്. കൂടാതെ തന്നെ ഓഫീസർ ഓൺ ഡ്യൂട്ടി ഏറ്റവും വലിയൊരു ഹിറ്റായി നിൽക്കുന്ന ഒരു ടൈമും കൂടെയാണ്. കൂടാതെ തന്നെ പുള്ളിയുടെ സിനിമകളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിലും എല്ലാ സിനിമയിലും പുള്ളിയുടെ ഒരു ഹീറോ ആയിട്ട് വരുന്ന അല്ലെങ്കിൽ ലീഡ് ആക്ടറായിട്ട് വരുന്ന ഒരു പോലീസ് ഓഫീസറായിട്ടാണ്. അതുകൊണ്ടൊക്കെ തന്നെ ദിലീപേട്ടനായിട്ടുള്ള സ്ക്രിപ്റ്റ് ഒരു പോലീസ് ഓഫീസറിന്റെ ആയിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ ഒരു പ്രൊജക്ട് ഒഫീഷ്യലി കൺഫേം ആകട്ടെ എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ ഒരു ചിത്രത്തിന്റെ ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക.